ഒരു ശതമാനം പോലും അപകട സാധ്യത ഉള്ള സ്ഥലം അല്ലത്. കാരണം കുട്ടി ഇതിൻ്റെ ഇടയ്ക്കൂടെ നൂന്ന് മേളിൽ കയറുമെന്നോ ഒന്നും ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിയും അവിടെ കയറിയിട്ടില്ല ഇന്ന് വരെ. ഒരു സംഭവം ഒരു പ്രസിഡന്റ് നമുക്ക് പറയാനായിട്ടില്ല. അവിടെ എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് അവിടെ PTA മീറ്റിങ്ങും എല്ലാം കൂടി ഈ കൃത്യമായിട്ട് പോകുന്ന ഒരു സ്കൂളാണ്. അല്ല സാറേ, അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെല്ലാം രാവിലെ മുതൽ അതിൻ്റെ പുറകിലാണ്, അതിൻ്റെ ദുഃഖത്തിലാണ്. കുട്ടികളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരുടെയോ ഒരാളുടെ ചെരുപ്പ് മുകളിലേക്ക് പോകുമ്പോൾ ആ കുട്ടി ആ ക്ലാസ്സിനകത്തൂടെ കയറി അവിടെ നിന്നും കയറാനുള്ള ഇടമുള്ളതല്ല. അതെല്ലാ വർഷവും നമുക്ക് ഫിറ്റ്നസ് എഞ്ചിനീയർ വന്ന് പരിശോധിച്ചെല്ലാം ഫിറ്റ്നസ് തരുന്നതാണ്. അതിൻ്റെ ഒരു പലക ഇളകി കിടന്നാൽ ഞങ്ങൾ അതെല്ലാം ശരിയാക്കി അങ്ങനെ നമുക്ക് ഫിറ്റ്നസ് കിട്ടത്തുള്ളൂ. ഇത് അങ്ങനെ ഒരാൾ കയറുമെന്ന് ആരും കരുതുന്നില്ല അവിടെ. ഇത് സ്കൂളിൻ്റെ പുറകിലൂടെയുള്ള വശത്തൂടെയാണ് ആ ലൈൻ പോകുന്നത്, സ്കൂളിനകത്തൂടെ ആണെങ്കിലും. അത് പണ്ട് മുതൽ 10-40 വർഷമായിട്ട് അതിൻ്റെ വടക്കുവശത്തുള്ള വീട്ടുകാർ അവരുടെ വസ്തുക്കൾ കൂടിയാണ് സ്കൂളിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പോകാൻ നേരത്തെ വഴിയും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അതിലെ ലൈനും വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ 5 വർഷം കൂടുമ്പോഴാണ് അവിടെ മാനേജിങ് കമ്മിറ്റി പുതുതായിട്ട് വരുന്നത്. 4 പഞ്ചായത്തിൻ്റെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന സമിതിയാണ്. അപ്പോൾ എനിക്ക് മുമ്പിരുന്ന അതിന് മുമ്പിരുന്നവരൊക്കെയാണ് അന്ന് അത് വലിക്കാനുള്ള അനുവാദം കൊടുത്തത്. KSEB ആണ് ഇതിൻ്റെ ലൈൻ താന്നിട്ടുണ്ടോ പൊങ്ങിയിട്ടുണ്ടോ ഇതെല്ലാം നോക്കേണ്ടത് അവരാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-ാം തീയതിയും ജൂലൈ 2-ാം തീയതിയും അവിടെ ഈ സുരക്ഷാ മീറ്റിംഗ് പുതുതായിട്ട് ഗവൺമെൻറ്റിൻ്റെ തലത്തിലുള്ള മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ നടന്നതാണ്. ഞാനും ആ യോഗത്തിൽ പങ്കെടുത്തു, KSEBക്കാരും ഉണ്ടായിരുന്നു. അപ്പം ഈ എവിടെയെങ്കിലും താന്ന് കിടപ്പുണ്ടോ ഇതെല്ലാമാണ് അവിടെ ചർച്ചയായിട്ടുള്ളത്. അങ്ങനെയെല്ലാം കാര്യങ്ങളും നടന്നത്. പിന്നെ ഈ ഭാഗത്തേക്ക് ഒരിക്കലും അവിടെ അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കുട്ടികൾ വലിഞ്ഞു കയറുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു അപകട സാധ്യത മുന്നിൽ കണ്ട് അവഗണിച്ചതല്ല അത്. അത് ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്. ഈ ലൈൻ കമ്പി ഇങ്ങനെ താഴെ കിടക്കുന്നതെന്ന് പരാതി നേരത്തെ നമ്മൾ KSEBയോട് ഉന്നയിച്ചു. അല്ല, ഇങ്ങനെ കിടക്കുന്നതെന്ന് പരാതി നമ്മൾ മുകളിലൂടെ അങ്ങനെ ഒരു പരാതിയും വന്നിട്ടില്ല. ആരും ഒരു പരാതിയും അത് സംബന്ധിച്ച് തന്നിട്ടേ ഇല്ല. അങ്ങനെ വരുന്നതല്ല അവിടെ. ഒരു ശതമാനം പോലും അപകട സാധ്യത ഉള്ള സ്ഥലം അല്ലത്. കാരണം കുട്ടി ഇതിൻ്റെ ഇടയ്ക്കൂടെ നൂന്ന് മേളിൽ കയറുമെന്നോ ഒന്നും ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിയും അവിടെ കയറിയിട്ടില്ല ഇന്ന് വരെ. ഒരു സംഭവം ഒരു പ്രസിഡന്റ് നമുക്ക് പറയാനായിട്ടില്ല. അവിടെ എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് അവിടെ PTA മീറ്റിങ്ങും എല്ലാം കൂടി ഈ കൃത്യമായിട്ട് പോകുന്ന ഒരു സ്കൂളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ സുരക്ഷാ മീറ്റിങ്ങും അവിടെ 2 ആഴ്ചയ്ക്ക് മുമ്പ് നടന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഈ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി.